ഹരേ കൃഷ്ണ. ഇന്നത്തെ ദിവസമാണ് ഗുണ്ടീച്ച മാർജൻ. ജഗന്നാഥ് പുരിയിലെ രഥയാത്രയ്ക്ക് മുന്നോടിയായി രഥയാത്രയുടെ തലേന്ന് എല്ലാ ഭക്തരും ഒത്തുചേർന്ന് ഗുണ്ടീച്ച ക്ഷേത്രം വൃത്തിയാക്കുന്ന പതിവുണ്ട്. ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും ഗുണ്ടീച്ച ക്ഷേത്രത്തിലേക്കാണ് രഥയാത്ര നടക്കുന്നത്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ഗുണ്ടീച്ച ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രഥയാത്രാ സമയത്ത് ഇവിടെ എത്തിച്ചേരുകയും 7 ദിവസം താമസിക്കുകയും ചെയ്യുന്ന ഭഗവാൻ ജഗന്നാഥൻ, ബലദേവ്, സുഭദ്രാമയ്യ എന്നിവരെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടിയാണ് ക്ഷേത്രം വൃത്തിയാക്കുന്നത്. ചൈതന്യ മഹാപ്രഭു പുരിയിലുണ്ടായിരുന്ന സമയത്ത് രഥയാത്രയ്ക്ക് മുൻപ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർഷദരും 100 കണക്കിന് ഭക്തരും ഒത്തുകൂടി ക്ഷേത്രം വൃത്തിയാക്കാറുണ്ടായിരുന്നു. വൃത്തിയാക്കാൻ വന്ന എല്ലാ ഭക്തർക്കും ഭഗവാൻ നെറ്റിയിലും ദേഹത്തും ചന്ദനലേപം നൽകി. വൃത്തിയാക്കാനുള്ള സാമഗ്രികളും ഓരോരുത്തർക്കും നൽകി. എല്ലാവരും ചേർന്ന് ക്ഷേത്രം വൃത്തിയാക്കാൻ ആരംഭിച്ചു. ആദ്യം മരങ്ങളിൽ നിന്നും വീണ ഉണങ്ങിയ കമ്പുകൾ പെറുക്കി നീക്കം ചെയ്തു. പിന്നീട് കല്ലുകളും മൺതരികളും തൂത്ത് വൃത്തിയാക്കി. ഭഗവാൻ ജഗന്നാഥൻ ഇരിക്കുന്ന ആസനം വൃത്തിയാക്കി. ഒരു പൊടി പോലും അവശേഷിക്കാത്ത വിധം ക്ഷേത്രം മുഴുവൻ 3-4 തവണ വൃത്തിയാക്കി. വൃത്തിയാക്കുന്ന സമയങ്ങളിൽ എല്ലാവരും കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചതും കൃഷ്ണ കൃഷ്ണ എന്ന് മാത്രമായിരുന്നു. മഹാപ്രഭു എല്ലാ അഴുക്കുകളും കൂട്ടിവെച്ച ശേഷം തൻ്റെ തുണിയിൽ ശേഖരിച്ച് പുറത്തു കളഞ്ഞു. ഇത് ഒരു മാതൃകയായി എടുത്ത് എല്ലാ ഭക്തരും അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി. ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെയുള്ള ഇന്ദ്രദ്യുമ്ന സരോവരത്തിൽ നിന്നും ജലം ശേഖരിച്ച് ഭക്തർ വരിവരിയായി നിന്നുകൊണ്ട് കൈമാറി ജലം ഗുണ്ടീച്ച ക്ഷേത്രത്തിൽ എത്തിച്ചു. ക്ഷേത്രമാകെ കഴുകി വൃത്തിയാക്കി. മഹാപ്രഭു ജഗന്നാഥ് ഇരിക്കുന്ന സ്ഥലം വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ ചില ഭക്തർ മനഃപൂർവ്വം മഹാപ്രഭുവിൻ്റെ പാദത്തിൽ ജലമൊഴിച്ച് അദ്ദേഹം അറിയാതെ ചരണാമൃതം കുടിക്കുകയും ചെയ്തു. ക്ഷേത്രം നന്നായി വൃത്തിയാക്കാൻ വേണ്ടി മഹാപ്രഭു ഭക്തരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഉഴപ്പ് കാണിക്കുന്നവരെ അദ്ദേഹം വഴക്കു പറയുകയും ചെയ്തു. മഹാപ്രഭു അടുത്തു വരുമ്പോൾ വഴക്ക് കേൾക്കാനായി ചില ഭക്തർ മനഃപൂർവ്വം വൃത്തിയാക്കാതെ അഭിനയിച്ചു. എല്ലാവരും വളരെ ആനന്ദത്തിലായിരുന്നു. ക്ഷേത്രം മുഴുവൻ കഴുകിയ ശേഷം തുണി ഉപയോഗിച്ച് ജലം തുടച്ചു നീക്കി. ഈ സമയം ചില ഭക്തർ അവർ ധരിച്ചിരുന്ന മേൽവസ്ത്രം തന്നെ ഉപയോഗിച്ച് ക്ഷേത്രം തുടച്ചു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ലീല നടന്ന സമയത്ത് ആരും വൃത്തിയാക്കാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയായി. ഇതിനെപ്പറ്റി ആചാര്യന്മാർ പറയുന്നത്, ദേവന്മാർ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ പങ്കെടുക്കാനായി വന്നിരുന്നു. അവരാണ് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയത് എന്ന് പറയുന്നു. ക്ഷേത്രം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകതരം തണുപ്പും ശാന്തതയും എല്ലാവർക്കും അനുഭവപ്പെട്ടു. ഭഗവാൻ സ്വയം അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നി. ഈ ലീലയിലൂടെ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു നൽകുന്ന സന്ദേശം, നമ്മുടെ ക്ഷേത്രം എത്ര വൃത്തിയാക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവും പരിശുദ്ധമാകും. നമ്മുടെ ഉള്ളിൽ നാം അറിയാതെയുള്ള പല പല കാമ, ക്രോധ, ലോഭ, മോഹ, മത മത്സരാദികളാകുന്ന അഴുക്കുകൾ മൂടപ്പെട്ടിരിക്കെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല. 3-4 പ്രാവശ്യം മഹാപ്രഭു ഭക്തരെ കൊണ്ട് വൃത്തിയാക്കിയതുപോലെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ ഏറ്റവും സ്ഥൂലതയിലും അതുപോലെ തന്നെ സൂക്ഷ്മതയിലും വരെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിനായി ആദ്യം നമ്മൾ ദുഷ്പ്രവൃത്തി ചെയ്യാതിരിക്കുക. അടുത്ത ഘട്ടത്തിൽ ദുഷ്പ്രവൃത്തിയെക്കുറിച്ചുള്ള സംസാരം ഒഴിവാക്കുക. അതിനുശേഷം അതിനെപ്പറ്റിയുള്ള ചിന്തകളും പിന്നീട് ആഗ്രഹവും ഒഴിവാക്കുക. ഇങ്ങനെ ഏറ്റവും സൂക്ഷ്മതലത്തിൽ നമ്മൾ ശുദ്ധമാകുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. അതിലൂടെ മാത്രമേ സന്തോഷവും സമാധാനവും ഉണ്ടാകുകയുള്ളൂ. ഏറ്റവും സൂക്ഷ്മമായി നമ്മളിലുള്ള അഴുക്കിനെ വൃത്തിയാക്കുന്നതിനായി ഗുരു നമ്മളെ സഹായിക്കുന്നു. ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ ഇത് സാധ്യമാകുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും ഭഗവാന്റെ സേവനവുമാകുന്ന ജലം നമ്മുടെ ഏറ്റവും സൂക്ഷ്മതയിലുള്ള അഴുക്കും കഴുകിക്കളഞ്ഞ് നമ്മളെ പരിശുദ്ധമാക്കി മാറ്റുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനോട് പ്രാർത്ഥിക്കാം, നമ്മുടെ ഹൃദയത്തിലെ എല്ലാ അഴുക്കുകളും മാറി പരിശുദ്ധമാകണമേ എന്ന്. ഹരേ കൃഷ്ണ.